ആരെ കെട്ടിക്കാനാണ്? ആരെ കെട്ടിക്കാനാണ് കോടികൾ മുടക്കി ഗീതു മോഹൻദാസ് സ്ത്രീയെ നിങ്ങൾ ഈ സിനിമ എടുത്തത്? രാജി രവി ആരെ കെട്ടിക്കാനാണ്? സ്ക്രിപ്റ്റ് കത്തിച്ചു കളണെന്ന് പറഞ്ഞു. മണിരത്നത്തെ കൊള്ളൂല, ശ്രീനിവാസനെ കൊള്ളൂല. ആരെ കെട്ടിക്കാനാണ് ഈ അപരാധം, ഈ കാട്ടപരാധം പടച്ചു വിട്ടത്? എത്ര പൈസ? ലാസ്റ്റ് കുറെ കോമാളികൾ വരുവാണ്. ഇതൊരു കോമാളി പടമാണെന്ന് കാണിക്കാൻ വേണ്ടി കോമാളികൾ വരെ ഇറക്കിയ ഗീതു മോഹൻദാസ് സ്ത്രീ ആരെ കെട്ടിക്കാനാണ് നിങ്ങൾ ഇത്രയും കാശ് ഇറക്കി വിട്ടത്? യാ മോനെ, യാഷ് താടിയുണ്ട്, ലുക്കുണ്ട്, കറക്റ്റ് കരടിനീയുടെ പരസ്യം. കരടിനീയുടെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവൂല. അതായത് ഒരു ബാബർ ഷോപ്പ്, ഒരു സലോൺ, ഒരു മറ്റെന്താ പറയുക താടി, അതിൻ്റെ ഏഡിൽ അഭിനയിക്കുന്ന ലുക്കാണ് ഇതിൽ യാഷിന്. എന്നിട്ട് ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? ഇയാൾ ആരൊക്കെയോ വെടിവെക്കും. ഇയാൾ വെടിവെക്കും രണ്ട് തരത്തില. ഒന്ന് തോക്കെടുത്ത് വെടിവെക്കും, രണ്ട് സ്ത്രീകളെയും വെടിവെക്കും. ഇത് ഏപ്പടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. യാഷ് വരുന്നു, വെടിവെക്കുന്നു. യാഷ് വരുന്നു, വീണ്ടും വെടിവെക്കുന്നു. ആദ്യം വെടിവെക്കുന്നു, വീണ്ടും വെടിവെക്കുന്നു. എന്താണ് വെടിവെപ്പ്? പോക്കെടുത്ത് വെടിവെക്കുന്നു, പിന്നെ ഇയാള് കളിക്കുന്നു. എന്ത് ആരെ കെട്ടിക്കാനാണ്? എന്താ കാണിക്കുന്നേ? വാട്ട് ദ ഫക്ക് ഐ ആം ആസ്കിങ്. ഇതൊരു ഏപ്പടയുണ്ടോ? എങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നേ. വല്ല തകരാറുണ്ടോ? ഗീതു മോഹൻദാസിന് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ട്രിപ്പിംഗ് ആണോ? അതോ രാജീവ് രവിക്ക് ട്രിപ്പിംഗ് ആണോ? എന്താണ് കാണിക്കുന്നത് ഇയാൾ? ഈ സിനിമ തുടങ്ങി ഞാൻ പറയാം. ഇത് 3 മണിക്കൂർ പ്ലസ് ഉണ്ട് സിനിമ. 3 hours പ്ലസ് ഉണ്ട് ഈ സിനിമ. ഈ സിനിമ തുടങ്ങിയിട്ടേ യാഷ് വരുന്നു, വെടിവെക്കുന്നു. യാഷ് വരുന്നു, വെടിവെക്കുന്നു. ഇത് രണ്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ. സ്ത്രീകളെ ഇങ്ങനെ നിനക്ക് നോട്ടം എന്റെ അരയ്ക്ക് താഴ്പോട്ടാ. ഇത് എഴുതി വെച്ചേക്ക. അരെ മഹേഷ് കുഞ്ഞുമാനാണോ ഇത് ഡബ് ചെയ്തേക്കുന്നേ? എനിക്ക് സംശയമുണ്ട്. മഹേഷ് കുഞ്ഞുമാനോ, ഐ എം നോട്ട് ഷുവർ. നല്ല ഡബിങ് ആയിരുന്നു. ഒരേ തരത്തിലുള്ള വെറുപ്പിക്കല്. ഇത് യാഷ് വരുന്നു, യാഷിന്റെ മോൻ വരുന്നു. അവന് എന്താ വെച്ചാൽ താടിയില്ല. യാഷിന് താടിയുണ്ട്, കളവന് താടിയുണ്ട്, മറ്റേ പുള്ളിക്ക് താടിയില്ല. ഇത് പിന്നെ ഇടയ്ക്ക് നോക്കിയ സമയത്തേ മറ്റേ ഇത് ഫൈറ്റ് ക്ലബ് ഒക്കെ പോലെ ആളെ കാണുന്നില്ല, ആള് വരുന്നു. ലാസ്റ്റ്